നമസ്കാരം. തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകോൽക്കുണത്ത് 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. കുട്ടിയെ കൊലപ്പെടുത്തിയത് അമ്മാവനെന്ന് തെളിഞ്ഞു. അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു. ജീവനോടെ കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തി. ദേവേന്ദുവിനെ കൊലപ്പെടുത്താൻ സഹായിച്ചത് കുട്ടിയുടെ അമ്മ ശ്രീധുവാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഒറ്റയ്ക്ക് മാറ്റിയിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് യഥാർത്ഥ കൊലപാതകയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഇതുവരെ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശ്രീധുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. തനിക്കൊപ്പമാണ് മകൾ ദേവേന്ദു കിടന്നുറങ്ങിയതെന്ന അമ്മയുടെ മൊഴി കേസിലെ നിർണായക വഴിത്തിരിവായി. അമ്മാവനൊപ്പമാണ് കിടന്നുറങ്ങിയതെന്ന മൊഴിയാണ് അച്ഛൻ ശ്രീജിത്ത് പോലീസിന് നൽകിയത്. അന്വേഷണത്തിനൊടുവിൽ കുട്ടി യഥാർത്ഥത്തിൽ അമ്മാവനൊപ്പമാണ് കിടന്നിരുന്നതെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു. അതേസമയം ഇയാളുടെ മൊഴി ഒന്നുകൂടി ഉറപ്പിക്കാനും പോലീസ് ഇടപെടൽ നടത്തുന്നുണ്ട്. ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന 2 വയസ്സുകാരിയാണ് മരിച്ചത്. ശ്രീധുവും ശ്രീജിത്തും തമ്മിൽ പലപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ശ്രീജിത്ത് വല്ലപ്പോഴും മാത്രമാണ് വീട്ടിൽ വന്നിരുന്നത്. വരുമ്പോഴൊക്കെ ഭാര്യയുമായി വഴക്കുണ്ടാകാറുള്ളതും പതിവായിരുന്നു. അതിനാൽ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ വലിയ ദുരൂഹതകളായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത്. വീട്ടുകാരുടേത് പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായിരുന്നു പോലീസിന് ലഭിച്ചിരുന്നത്. 2 ദിവസം മുൻപ് ഇതേ വീട്ടുകാർ 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചു. എന്നാൽ ഈ പരാതി വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അച്ഛനെയും അമ്മയും മുത്തശ്ശിയെയും അമ്മാവനെയും ഉൾപ്പെടെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മുത്തശ്ശി നേരത്തെ 2 വട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായിട്ടുള്ള വിവരവും പുറത്തു വന്നിരുന്നു. ഇവർ ഞരമ്പ് മുറിക്കുകയും കിണറ്റിൽ ചാടുകയും ചെയ്തുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പുലർച്ചെ ഇവരുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായിരുന്നു. ശ്രീധുവിന്റെ സഹോദരന്റെ മുറിയിലായിരുന്നു തീപിടുത്തമുണ്ടായത്. ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായതും. തന്റെ സഹോദരന്റെ മുറിയിലാണ് കുഞ്ഞുണ്ടായിരുന്നതെന്നും പുലർച്ചെ 5:30 താൻ ശുചിമുറിയിലേക്ക് പോയപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെന്നുമായിരുന്നു ശ്രീധു ആദ്യം പോലീസിനോട് പറഞ്ഞത്. കുഞ്ഞിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് പോലീസ് തുടക്കത്തിലെ സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം കുടുംബ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ പോലീസ് തള്ളുകയും ചെയ്തു.